കാര്യങ്ങളൊക്കെ മൂർത്തി പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? കാര്യങ്ങളൊക്കെ വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് മാത്രം പറഞ്ഞാൽ മതി. സമൃദ്ധയുടെ ട്രീറ്റ്മെന്റ് മുടക്കണം. അതിന് നിങ്ങൾക്ക് പറ്റിയ എന്ത് മാർഗം ഉപയോഗിക്കാം? എന്റെ മാർഗങ്ങൾ കുറച്ച് വ്യത്യസ്തമാണ്. മാർഗമല്ല, ലക്ഷ്യമാണ് എനിക്ക് പ്രധാനം. അത് നടന്നിരിക്കണം. ഞാൻ ഒരു കാര്യം ഏറ്റിട്ട് ഇന്ന് വരെ നടക്കാതിരുന്നിട്ടില്ല. അത് മൂർത്തിക്കും നന്നായിട്ടറിയാം. വാചക കസരത്തിൽ എനിക്ക് താല്പര്യമില്ല. ചെയ്ത് കാണിക്കണം, എങ്കിലേ ഞാൻ വിശ്വസിക്കൂ. കബീർ ഖാൻ കാര്യങ്ങൾ കൃത്യമായി ചെയ്തോളും. ഇതൊരു ആശ്രമമാണ്. ഇവിടെ പുറത്തുനിന്നുള്ളവരും അന്തേവാസികളായിട്ടാ ജീവിക്കുന്നത്. ഇവിടുത്തെ രീതികളൊക്കെ നല്ല ചിട്ടയോടും അച്ചടക്കത്തോടും കൂടി നടക്കുന്നതാ. നമ്മുടെ ലക്ഷ്യം നടക്കാൻ 2 പ്ലാൻ ഉണ്ടായിരിക്കണം. ഒന്നുകിൽ പൂജയോ ചികിത്സയോ മുടങ്ങണം, അതല്ലെങ്കിൽ സച്ചിയെ കൊല്ലണം അല്ലേ? മൂർത്തി പറഞ്ഞു. കൊല്ലുന്നത് എനിക്ക് വലിയൊരു കാര്യമല്ല. ഈ വേഷത്തിൽ ഒരു കൊലയാളിക്ക് ആശ്രമത്തിൽ ജീവിക്കാൻ പറ്റില്ല. അതിന് വേഷം മാറേണ്ടി വരും. അതിനുള്ളതെല്ലാം എൻ്റെ കയ്യിലുണ്ട്. ഞാൻ കരുതി തന്നെയാ വന്നത്. ഏതായുധം വേണമെന്ന് മേഡം തീരുമാനിച്ചാൽ മതി. ഒരു ബുള്ളറ്റിൽ തീർക്കണോ അതോ ഇരയുടെ ജീവൻ എടുക്കുന്ന തരത്തിലുള്ള ആയുധം? അത് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. വെടിവെച്ചാലും കത്തി കൊണ്ട് കുത്തിയാലും ശ്വാസം മുട്ടിച്ചാലും അതല്ല ഒരു ചായയിൽ വിഷം കൊടുത്താലും എനിക്കൊരുപോലെ. പക്ഷെ എന്റെ ടാർഗറ്റ് തീർന്നിരിക്കണം. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. എന്റെ രീതികൾ വ്യത്യസ്തമാണ്. പക്ഷെ ഞാൻ ഏറ്റെടുക്കുന്ന ജോലി ഞാൻ തീർത്തു തന്നിട്ടേ മടങ്ങും. അതിനാണ് ലക്ഷങ്ങൾ തന്നിട്ട് തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അല്ല, എന്താ തന്റെ പ്ലാൻ? കബീർ ഖാനായിട്ട് ഈ ആശ്രമത്തിൽ അന്തേവാസി ആവാൻ പറ്റില്ലല്ലോ. അല്ല, അതിനുള്ളൊരു പ്ലാൻ ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. വളരെ നല്ലത്. എന്നാ പിന്നെ നിങ്ങളുടെ ജോലി തുടങ്ങിക്കോ. പെണ്ണ് തോൽക്കുന്നത് കാണാനാ എല്ലാവർക്കും ഇഷ്ടം. നമ്മൾ ജയിക്കുമ്പോ കൈയടിക്കാൻ വളരെ കുറച്ചു പേരെ കാണും. ഈ കരുത്ത് കൈവിടാതെ നിന്നാ സന്ദീപിന് നിന്റെ കാൽക്കല് വരാതെ വേറെ വഴിയില്ല. അന്ന് നീ പറയുന്ന എല്ലാ ഡിമാൻഡുകളും സന്ദീപിന് അംഗീകരിക്കേണ്ടി വരും. കോടതിയും നിയമവും ഈ ഞാനും നിന്റെ കൂടെയുണ്ട്. നീ ധൈര്യമായിട്ടിരിക്കെ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ശരി മോളെ. ശരി സച്ചിൻ. എന്താ നോക്കൂടുന്ന് മടുത്തോ? വേണമെങ്കിൽ അച്ഛൻ തിരിച്ചോണ്ട് വിടാം. വേണ്ട, ഞാൻ എന്റെ അമ്മയെ വിട്ട് എവിടെയും പോകുന്നില്ല. ഉമ്മ സമൃദ്ധയ്ക്ക് ഓർമ്മ തിരിച്ചു വരുമ്പോ ഈ സന്തോഷം മായുന്ന അവസ്ഥ ഉണ്ടാവില്ല എന്ന് ഗൂഗിളിന് ഉറപ്പ് പറയാൻ പറ്റുമോ? ആക്സിഡന്റ് പറ്റുന്നതിന് മുൻപുള്ള സമൃദ്ധ ആരായിരുന്നു? അവളുടെ കുടുംബം ഏതായിരുന്നു? അവളുടെ ബന്ധുക്കൾ ആരായിരുന്നു? ഇതൊന്നും നമുക്ക് ആർക്കും അറിയില്ലല്ലോ. ഒരുപക്ഷെ ഇതിനേക്കാൾ തീവ്രമായൊരു കുടുംബ ബന്ധം സമൃദ്ധയ്ക്ക് മുൻപുണ്ടായിട്ടുണ്ടെങ്കിലോ? അതിന്റെ തെളിവല്ലേ ഇപ്പോഴും അവളുടെ കഴുത്തി കിടക്കുന്ന താലി. അമ്മയെ അവന്തികയും പറഞ്ഞതുപോലെ ചികിത്സ കഴിഞ്ഞ സമൃദ്ധ ഗൗരിമോളെ മറക്കുവോ? അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ
ഒരു മുക്ക് താങ്ങാൻ കഴിയുന്നവരില്ല. അച്ഛാ, ഓ, അച്ഛന്റെ ഫോണിങ് തന്നെ. എന്തിനാ മോളെ? ഇങ്ങത്താ പറയാം. അച്ഛൻ ലോക്ക് എടുത്തതാ. ദാ, അച്ഛൻ അമ്മയടുത്ത് ചേർന്ന് തന്നെ. എന്തിനാ? നിക്ക്, എന്തിനാ? തോളത്ത് കൈയിട്ടോ. ഫോട്ടോ എടുക്കാനാ? ആ. ഏയ് വേണ്ട 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 മോളെ. വേണം. നിക്കച്ചാ. ഓ അച്ഛാ, നിക്കാം നിക്കാം. കൈയിട്ടോ. ആ, ചിരിക്കച്ചാ. സൂപ്പർ. എവിടെ നോക്കട്ടെ? തരാം തരാം. രണ്ടൊരു അനങ്ങാതെ അവിടെ ഇരുന്നേ. ആ. ചെല്ല്, ചെന്നിരിക്കേ. ഫോട്ടോ എടുത്തില്ലേ? ആ, അതൊക്കെ ഉണ്ട്, ഇരിക്കേ. അച്ഛാ കൈയിട്ടോ. എന്ത് കാണിക്കണം? അച്ഛാ താഴെ. ഓ, ഓ, ഓ. എവിടെ നോക്കട്ടെ? കൊള്ളാമോ? ആ, ഫോട്ടോ കൊള്ളാലോ. എന്റെ കോലം കണ്ടില്ലേ ഈ ഡ്രസ്സില്? ഇരിക്കട്ടെ, ഈ കാലത്തിന്റെ ഓർമ്മയ്ക്ക് നമുക്ക് സൂക്ഷിക്കാം. പിന്നീട് ഓർക്കുമ്പോ ചിലപ്പോ ഇത് മാത്രമേ നമുക്കുണ്ടാവൂ.